ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നൊരു കൊച്ചി വരെ യാത്ര പോവാണ്. സ്കൈ ബേബിനെ നമ്മൾ ബോർഡിങ്ങിലാക്കിയിട്ട് നമ്മൾ യാത്ര തിരിച്ചു കേട്ടോ. ഓക്കെ, നമ്മളെല്ലാവരും ഉണ്ട്, മക്കളും എല്ലാവരും കൂടി ചേർന്നിട്ടാണ് നമ്മൾ ലുലുവിലേക്ക് പോകുന്നത്. പുതിയ ഹൈവേയിലൂടെയൊക്കെ നമ്മളിങ്ങനെ കറങ്ങി നല്ല അടിപൊളി ഡ്രൈവിംഗ് ആയിരുന്നു. പുതിയ വണ്ടി എടുത്തതുകൊണ്ട് അപ്പോൾ നന്നായിട്ട് നമുക്കത് മൂവ് ചെയ്ത് പോകാൻ പറ്റിയിരുന്നു. നല്ല ഡ്രൈവിങ്ങും റോഡൊക്കെ ആയതുകൊണ്ട് അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പിയാണ്. വിശാൽ ചിരിക്കുന്നു, അവൻ ഭയങ്കര ഹാപ്പിയാണ്. പോകുന്ന വഴിക്ക് നമ്മളൊരു കാലി ചായ കുടിച്ചു. പോകുന്ന വഴിക്ക് ചാലക്കുടിയിൽ പോകുന്ന വഴിയിൽ നമ്മൾ റോഡ് മാറിയിട്ട് ഇപ്പുറത്തെ സൈഡിലൂടെ ഷോർട്ട് കട്ടിലൂടെ പോകുമ്പോൾ നമ്മൾ കണ്ട കായലാണിത്. സൂപ്പറാണ്. ഇവിടെ നല്ല അടിപൊളിയായിട്ട് ആൾക്കാർ വരുന്നുമുണ്ട്. ബോട്ട് സർവീസിങ് ഒക്കെ ഉണ്ട്. നല്ല പാർക്കിങ്ങും നല്ല അടിപൊളി പാർക്കിംഗ് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് വിനോദസഞ്ചാരികൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു കായലിൽ നമ്മൾ ഇവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ബോട്ട് ഡ്രൈവിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ബോട്ട് സിംഗിനൊക്കെ എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു ഇവിടെ. നമ്മൾ സൂപ്പർ. നല്ല യാത്രയിൽ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു വൈബ്. സൺഡേ ആയതുകൊണ്ട് നിറച്ചും ആളുണ്ടായിരുന്നു ആ ഭാഗത്ത്. കണ്ടോ, ബോട്ടിലൊക്കെ പോകുന്നത് കണ്ടോ നിങ്ങൾ. അപ്പം ഇത് നല്ലൊരു സൂപ്പർ. ആരും പോകുന്നുണ്ടെങ്കിൽ അതുവഴി ഒന്ന് പോയി നോക്കണം കേട്ടോ. പിന്നെ നമ്മൾ അങ്ങനെ ഈവനിങ് ആകുമ്പോഴത്തേക്ക് നമ്മൾ ലുലുവിൻ്റെ എൻട്രൻസിലേക്ക് എത്തി. അയ്യോ, എന്തൊരു തിരക്കായിരുന്നു കണ്ടോ. കൊച്ചിയിലെ ലുലുവിലേക്ക് എത്തിയപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര തിരക്കായിരുന്നു അവിടെ. കാരണം പാർക്കിങ്ങൊക്കെ ഭയങ്കര ഇതായിരുന്നു. ഒത്തിരി ആൾക്കാരുടെ വണ്ടികളൊക്കെ ഉണ്ടായത്. നോക്കൂ, ഇഷ്ടംപോലെ ഓഫേഴ്സ് നടക്കുന്നത് കൊണ്ട് 50% ഓഫ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ വന്നിട്ട്, വീക്കെൻഡ് ആയത് കൊണ്ടാണെന്ന് തോന്നുന്നു, ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഭയങ്കര റഷായിരുന്നു നമ്മൾ കയറുന്ന സമയത്ത്. നമ്മൾ ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, നേരെ കയറി. നമ്മൾ എൻട്രൻസിലേക്ക് കയറി ചെക്കിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിതങ്ങനെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് എത്തിയത്. എന്തൊരു ജനങ്ങളാണ്. നമ്മൾ ഗൾഫിലുള്ള അതേ സിറ്റുവേഷൻ തന്നെയാണ് കൊച്ചിയിൽ ലുലുവിലുണ്ടായിരിക്കുന്നത്. അടിപൊളി വണ്ടിയൊക്കെ ഇങ്ങനെ ലോഞ്ചിങ്ങിനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്ത് ഫസ്റ്റ് ഫ്ലോറിലൊന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ച് നമ്മൾ മെല്ലനെ എസ്കലേറ്ററിൽ കയറാൻ ചെറിയൊരു പേടിയുള്ള ഒരാൾ നമ്മളെ കൂട്ടത്തിലുണ്ട് കേട്ടോ. ഞാൻ അവിടെ നിന്ന് താഴെ നോക്കുമ്പോൾ അവിടെ ഓഫേഴ്സിൻ്റെ മാത്രമായിട്ട് ജസ്റ്റ് ഒരു സെക്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. 50% ഓഫിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ അതിനനുസരിച്ചിട്ട് ആൾക്കാർ വാങ്ങുന്നവരും ഉണ്ട്. 50% ഓഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, സീസൺ എൻഡ് സെയിലിൻ്റെ 50% ഓഫാണ് നടക്കുന്നത്. അടിപൊളിയാണ്. അത് കഴിഞ്ഞ അവിടെ നമ്മൾ അടുത്ത ഫ്ലോറിലേക്ക് കയറി, സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറി. ഞാനും ഒന്ന് സെൽഫി ഒന്ന് എടുക്കട്ടെ എന്ന് വിചാരിച്ചു. എന്നിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിച്ചിട്ട് ബാക്കി പർച്ചേസ് ചെയ്യാൻ വിചാരിച്ചു. ഞങ്ങൾ നേരെ KFCയിലേക്ക് പോയി. KFC പോയിട്ട് നേരെ അവിടെ നിന്നിട്ട് നമ്മൾ ഓർഡർ കൊടുത്തു. അവിടെ നോക്കുമ്പോൾ അതാ 50% ഓഫ് KFCൻ്റെ ഇതിലുണ്ടായിരുന്നു. വെറൈറ്റി ബക്കറ്റ് 20 പീസസ് 1299 വിത്ത് GST അടക്കാം. അപ്പോൾ നമ്മൾ അവിടെ ഓർഡർ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒന്നിങ്ങനെ ചുമ്മാ ഒന്ന് ആ ഫ്ലോറിലൂടെ ഒന്ന് കറങ്ങാൻ വിചാരിച്ചു. അപ്പം ഞാനും സംഭവം കൂടിയിട്ട് ഇന്ന് 2 സെൽഫിയൊക്കെ എടുത്ത് നമ്മൾ അവിടെയുള്ള ഫൺലാൻഡിലൊക്കെ കയറി ഇറങ്ങി. നല്ല അടിപൊളിയായിരുന്നു. നല്ല സൂപ്പറായിരുന്നു കേട്ടോ. ലുലുവിലെ കൊച്ചിയിലെ ലുലു എന്ന് പറയുന്നത് നമുക്ക് അടിപൊളിയായിരുന്നു. കാരണം നമ്മൾ ഗൾഫിലുള്ള അതേ അന്തരീക്ഷം തന്നെയാണ് അവിടെ. കാരണം ഒത്തിരി സ്പേസിലാണ് അതുള്ളത്. നമ്മൾ എസ്കലേറ്ററിൽ കയറുന്നതും ഇറങ്ങുന്നതും ഒക്കെ നല്ല രസം. ഒരു സൈഡിലേക്ക് കയറുന്നു, ഒരു സൈഡിലേക്ക് ഇറങ്ങും. അപ്പോഴതാ നമ്മളുടെ KFC വാങ്ങിയിട്ട് ഇതാ വരുന്നു നമ്മുടെ മുമ്പിലേക്ക്. KFC വന്നിതാ ബക്കറ്റിൻ്റെ 20 പീസിൻ്റെ ബക്കറ്റായിരുന്നു. ഇതിൽ നിന്ന് അടിയാണ്. ഞാൻ ലെഗ് പീസ് എടുക്കും, ഞാൻ ബ്രെഡ് പീസ് എടുക്കും എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ എല്ലാവർക്കും കിട്ടി. എൻ്റെ ബഡി ചിക്കൻ എനിക്ക് കിട്ടി. അപ്പോൾ നമ്മളിരുന്ന് എല്ലാവരും കൂടിയിട്ട് നന്നായി എൻജോയ് ചെയ്തിട്ട് നമ്മുടെ KFC ഇവിടെ നിന്ന് ഇത് കഴിക്കുന്നത്. അതിൻ്റെ ചെറിയ ഭാഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു. നല്ല ക്രിസ്പി, നല്ല സൂപ്പർ ഡിലീഷ്യസ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിലൊരു ലെഗ് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഗ്രാബ് ചെയ്തൊക്കെ നോക്കുമ്പോൾ അടിപൊളി സൂപ്പർ, നല്ല അടിപൊളി. KFC നമുക്ക് ഒരിക്കലും വിട്ടുപോകാൻ പറ്റില്ലല്ലോ. അതാണ്. അതിന് ശേഷം നമ്മൾ മെല്ലെ താഴെ ഇറങ്ങി. ഞാൻ എൻ്റെ വീണ്ടും സെൽഫിയും കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ വീണ്ടും എടുത്തു. നമ്മൾ നേരെ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഓരോരോ ഏരിയയിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, ഏതാണ് നല്ലത് എന്നുള്ള രീതിയിൽ. ജെൻസിൻ്റെയും ഉണ്ട്, ലേഡീസിൻ്റെയും ഉണ്ട്. അപ്പം തന്നെ ഒരു ചുരിദാർ എടുക്കാം, മക്കൾക്കൊക്കെ ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു ഹൈപ്പർ മാർക്കറ്റിലേക്ക് കയറി നമ്മൾ നേരെ സാധനവും വാങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, നേരെ താക്കി. അതിനിടയിൽ ഞാൻ എൻ്റെ സിസ്റ്ററിനോട് പറഞ്ഞു, ഒന്ന് നോക്കൂ, നമുക്കൊരു ഫോട്ടോ സെൽഫിയൊക്കെ എടുക്കട്ടെ എന്ന് വിചാരിച്ചു. അവൾക്കത് പെട്ടെന്ന് ക്യാച്ചപ്പ് മനസ്സിലായില്ല. നോക്കും ബാക്കിൽ കുറച്ച് പേര് നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു.
അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, റൗണ്ട് ചെയ്തിട്ടൊന്ന് മൊത്തത്തിലൊന്ന് എടുത്തു. അപ്പോൾ എല്ലാം കൂടി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഗ്രൗണ്ടിലേക്ക് എത്തി. നമ്മൾ കാറൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളും വാങ്ങിയൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ വണ്ടി കയറി നമ്മൾ നേരെ മെല്ലനെ ലുലുവിനോട് എന്താണ് ടാറ്റ പറയാൻ വേണ്ടിയിട്ട് സെറ്റായിരിക്കുകയാണ്. അപ്പം നെക്സ്റ്റ് ടൈം ഇനി എപ്പോഴാണ് നമ്മുടെ കൊച്ചിയിലെ ലുലുവിൽ വരാൻ പറ്റുകയെന്ന് അറിയത്തില്ല. എന്നാലും നമുക്ക് നോക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ രണ്ടും കൽപ്പിച്ച്. ഭയങ്കര റഷായിരുന്നു കേട്ടോ, പാർക്കിങ്ങൊക്കെ ഭയങ്കര പ്രശ്നമായി. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, നേരെ റൂമിലേക്ക് വിട്ടു. റൂമിൽ പോയി റെസ്റ്റ് എടുത്തിന്ന് ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഇനി വേണം നമുക്ക് നെക്സ്റ്റ് കറക്കത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും റെസ്റ്റൊക്കെ ആയിട്ട് എല്ലാവരും റെസ്റ്റ് എടുത്തിരിക്കുക. അപ്പോൾ ഇത്ര തന്നെ. അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.